ഹലോ, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ കട്ട്ലേറ്റ് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ പലർക്കും ഇതറിയാവുന്നതായിരിക്കും, എന്നാലും ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്, അതായത് എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തിരിക്കുകയാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഇതിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളത്തിനകത്ത് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം കൈയൊക്കെ വെച്ച് പൊടിക്കാൻ പറ്റുന്ന രീതിയിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിനി ഞാൻ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിക്കുന്നില്ല, ഇതേപോലെ കൈവച്ച് തന്നെ ഇങ്ങനെ പിച്ചി ഇടുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ പിച്ചിയെടുക്കാം. ഈ ഒരു രീതിയിൽ മൊത്തം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു രീതി ട്രൈ ചെയ്തായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ഉരുളക്കിഴങ്ങാണ്. ഇത് വേവിച്ച് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് മൊത്തം ഉടഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കണം. ഇതേപോലെ കട്ടിയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക്. ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സവോള അരിഞ്ഞ് വെച്ചതുകൂടെ എടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് സവോള. അപ്പോൾ അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒരുപാടങ്ങ് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം സവാള ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. 3 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്താൽ മതി. എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ട് ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഒന്ന് വാടി വരുന്നത് വരെ, പച്ചമുളക് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഏകദേശം പച്ചമുളക് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും മസാലയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇവിടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതോടെ ചേർത്തിട്ട് പൊട്ടറ്റോ നന്നായിട്ട് ഉള്ളിയിലും ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലൊക്കെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ആറി വരുന്ന സമയത്തൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനിയും കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ഇതുപോലെ തന്നെ മൊത്തം മസാല അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനും പൊട്ടറ്റോയും എല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കരിയാപ്പില അരിഞ്ഞതുകൂടാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതോടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ആ പൊട്ടറ്റോ ഒക്കെ ഒരുപാട് കഷ്ണമായിട്ടും എല്ലാം കിടപ്പുണ്ടെങ്കിൽ അതങ്ങ് ഉടഞ്ഞു വന്നോളും. ഇനി ഇത് അടച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെയും കട്ട്ലേറ്റിന് വേണ്ടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോട് തന്നെയാണ്, അതായത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് ഉണ്ട് ഇതിന്. അപ്പോൾ ഇനിയും ഇതിലേക്ക് പൊട്ടറ്റോ ഒക്കെ ഉടയാതെ വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് ഒരു മുട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടിയത് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് അങ്ങ് പ്രസ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ കട്ട്ലേറ്റ് എല്ലാം റെഡിയാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. ഇനി ആദ്യം തന്നെ ഇത് നമുക്ക് മുട്ടയുടെ മിക്സിലൊന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മുട്ട കോട്ടിങ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അങ്ങനെ തന്നെ എടുത്ത് നമുക്കിത് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ ഇത് മുക്കിയെടുക്കണം. നന്നായിട്ട് തന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കണം ഇതിനകത്ത്, കാരണം ഇതിൻ്റെ കോട്ടിങ്ങിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പൊടിയായിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയും ഒക്കെയാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് പൊടി നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്തുണ്ടാവില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 13 കട്ട്ലേറ്റിനുള്ള ഇത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലും ചെറിയ റോളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. ഇനി ഇവിടെ ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ 2 സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡിൽ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കട്ട്ലേറ്റ് നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബാക്കി ഇരിക്കുന്നതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കട്ട്ലേറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും അറിയാവുന്നതായിരിക്കും, പലരും ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. എന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറം ഭാഗം. ഇതേപോലെ സോസിനകത്തൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനകഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബായ്.